ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഡെക്സിംഗ് ബാറുകളെ കുറിച്ചാണ്. ഇൻഡെക്സിംഗ് ബാറിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മൊബിലൈസേഷൻ ഡിവൈസുകളെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടേബിളോ അല്ലെങ്കിൽ CT സിമുലേറ്ററിൻ്റെ ടേബിളോ ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ആക്സസറിയാണ് ഇൻഡെക്സിംഗ് ബാറുകൾ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ഇൻഡെക്സിംഗ് ബാറുകളുണ്ട്. ഒന്ന് ഫിക്സ്ഡ് കൈൻഡ് ഓഫ് ഇൻഡെക്സിംഗ് ബാറ്, രണ്ട് സ്ലൈഡിങ് കൈൻഡ് ഓഫ് ഇൻഡക്ഷൻ ബാർ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ കേസുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സ്ഡ് ഇൻഡക്ഷൻ ബാറിനെ കുറിച്ചാണ്. ഫിക്സ്ഡ് ഇൻഡക്ഷൻ ബാർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ബേസ് പ്ലേറ്റുകൾ, ഹെഡ് ആൻഡ് നെക്ക് ബേസ് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടേബിളിന് അധികം ലാറ്ററൽ മൂവ്മെൻറ്റ് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ഫിക്സ് കൈൻഡ് ഓഫ് ഇൻഡക്ഷൻ ബാർ. അതുപോലെ തന്നെ സ്ലൈഡിങ് ഇൻഡക്ഷൻ ബാറുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഈ ടോമോതെറാപ്പീൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും മാക്സിമം ലാറ്ററൽ പോകാൻ വേണ്ടി പറ്റുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. നോർമൽ ലിനാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി കൂടും. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ ബ്രസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ആയിട്ടുള്ള ബ്രസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ലാറ്ററലിലേക്ക് കൗച്ച് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥകളിൽ നോർമൽ ലീനിയർ ആക്സിലേറ്ററിലാണെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേബിൾ ലാറ്ററിലേക്ക് ഒരുപാട് മൂവ് ചെയ്ത് കഴിയുമ്പം അടുത്തൊരു ആംഗിളിലേക്ക് ഗ്യാൻട്രി പോകണമെന്നുണ്ടെങ്കിൽ ടേബിൾ നമ്മൾ ചില സമയങ്ങളിൽ ഉള്ളിൽ ചെന്ന് പ്രീവിയസ് പൊസിഷനിലേക്ക്, അതായത് 0യിലേക്ക് വെച്ച് ഗ്യാൻട്രി റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ടേബിളിൻ്റെ പൊസിഷനിലേക്ക് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പേഷ്യൻറ്റിനെ സെറ്റ് ചെയ്ത് കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരവസ്ഥയെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സ്ലൈഡിങ് ഇൻഡക്ഷൻ ബാർ. അപ്പം ഞാൻ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പം നമ്മുടെ അടുത്ത് ഇമ്മൊബിലൈസേഷൻ ഡിവൈസ് ആയിട്ട് പോസ് റെസ്റ്റ് ആണുള്ളത്. അപ്പം ഞാൻ ഈ പോസ് റെസ്റ്റ് ഈ ഇൻഡക്ഷൻ ബാറിലേക്ക് ലോക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഫിക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് റൈറ്റ് സൈഡിലേക്കും 10 സെൻറ്റിമീറ്റർ, അതായത് ഇപ്പം നമ്മുടെ ഇൻഡക്ഷൻ ബാർ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 2 നോബുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ 2 നോബുകളെ നമുക്ക് ലൂസ് ചെയ്യാനും അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാനും പറ്റും. ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്ലൈഡിങ് ആവും. അത് കഴിഞ്ഞിട്ട് അത് എത്ര സെൻറ്റിമീറ്ററിലേക്കാണെന്നുള്ളത് നോക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആയിരുന്നോളും. അപ്പം ഞാൻ ഇൻഡക്ഷൻ ബാർ ഒന്ന് ലൂസ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. നമ്മുടെ പോസ് റെസ്റ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പം നമുക്ക് 2 സൈഡിലേക്കും, അതായത് റൈറ്റ് സൈഡിലേക്കാണെങ്കിലും 10 സെൻറ്റിമീറ്ററോളം നമുക്ക് നമ്മുടെ ഇമ്മൊബിലൈസേഷൻ ഡിവൈസിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലും നമുക്ക് 10 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലാറ്ററൽ മൂവ്മെൻറ്റ്, ടേബിളിന് കൂടുതൽ ലാറ്ററൽ മൂവ്മെൻറ്റ് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ഇമ്മൊബിലൈസേഷൻ ഡിവൈസ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിനെ സെറ്റ് ചെയ്ത് കിടത്തി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഇതിൽ നമ്മൾ കൂടുതൽ നമ്മുടെ ടോമോതെറാപ്പിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മാക്സിമം റൈറ്റിലേക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒരു ഡയറക്ഷനിലേക്ക് കിട്ടുന്നത്. അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഇതും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലാറ്ററൽ ടേബിൾ മൂവ്മെൻറ്റ് അധികം ഇല്ലാതെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഫിക്സ്ഡ് ഇൻഡക്ഷൻ ബാറും അതുപോലെ തന്നെ സ്ലൈഡിങ് ഇൻഡക്ഷൻ ബാറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്നായിരുന്നു. നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു ഇമ്മൊബിലൈസേഷൻ ഡിവൈസുമായി കാണുന്നതും വരെ ഗുഡ് ബൈ.